ഹൃദ്രോഗം ലോകത്ത് വർദ്ധിച്ചുവരികയാണ്. ഇതോടൊപ്പം തെറ്റിദ്ധാരണകളും പെരുകുന്നു. ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ ശരിയാണോ? ഞാൻ ചെറുപ്പമാണ്, എനിക്ക് ഹൃദ്രോഗമുണ്ടാകില്ല. ഇപ്പോഴത്തെ ആരോഗ്യശീലങ്ങളും ജീവിതരീതികളും ഹൃദ്രോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. ചെറുപ്പത്തിൽ തന്നെ ഹൃദ്രോഗത്തിലേക്ക് വഴി തുറക്കാൻ ഇത് കാരണമാകും. അതുകൊണ്ടുതന്നെ ഞാൻ ചെറുപ്പമാണ്, എനിക്ക് ഹൃദ്രോഗമുണ്ടാകില്ല എന്ന ധാരണ തെറ്റാണ്. ഉയർന്ന രക്തസമ്മർദ്ദം. ഉയർന്ന രക്തസമ്മർദ്ദം തിരിച്ചറിയാനാകും. എല്ലായ്പ്പോഴും ഇത് ശരിയല്ല. നിശബ്ദമരണമെന്ന് രക്തസമ്മർദ്ദത്തെ വിശേഷിപ്പിക്കാനും ഇതാണ് കാരണം. ഇടയ്ക്ക് രക്തസമ്മർദ്ദം പരിശോധിക്കുകയാണ് ഇത് ചെറുക്കാനുള്ള ഒരേയൊരു മാർഗം. ഹൃദയം വേഗത്തിൽ സ്പന്ദിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വരുത്തും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ചായിരിക്കും ഹൃദയമിടിപ്പിന്റെ വേഗതയും. വ്യായാമം ചെയ്താൽ ഹൃദയമിടിപ്പ് കൂടാം. അതൊന്നും ഹാർട്ട് അറ്റാക്കല്ല. പക്ഷെ താളം തെറ്റുന്ന ഹൃദയമിടിപ്പിന് പിന്നിൽ രോഗങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. വിശ്രമിച്ചാൽ ഹൃദയസ്തംഭനം ചെറുക്കാം. ഹൃദയസ്തംഭനം നിങ്ങൾക്ക് വിശ്രമം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതല്ല. ഉടനടി ചികിത്സ തേടണം. ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. നെഞ്ചുവേദനിക്കുന്നില്ലെങ്കിൽ അത് ഹൃദയാഘാതമല്ല. തെറ്റായ ധാരണയാണത്. നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. ശ്വാസം കിട്ടാതിരിക്കുക, മനം പിരട്ടൽ, വിയർപ്പ്, തലചുറ്റൽ, ശരീരത്തിൽ വേദന എല്ലാം ലക്ഷണങ്ങളാണ്. നെഞ്ചുവേദന മാത്രമല്ല ഇതിന്റെ ലക്ഷണം. റെഡ് വൈൻ കുടിക്കുന്നത് ഹൃദയാഘാതം കുറയ്ക്കും. മദ്യപാനമില്ലാത്തവർ വൈൻ കഴിക്കുന്നത് ഹൃദ്രോഗം ചെറുക്കില്ല. മദ്യപർക്കും പരിധിയില്ലാതെ മദ്യപിക്കാൻ കഴിയില്ല. ദിവസം പരമാവധി 2 ഡ്രിങ്കുകൾ വരെ പുരുഷന്മാർക്ക് കഴിക്കാം, സ്ത്രീകൾക്ക് 1.